നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് നവീൻ മെമ്മോറിയൽ പാരിഷ് ഹാൾ എന്ന് പറയുന്ന തിരുമലയിലുള്ള ഒരു ഹാളിലാണ്. ഈ ഹാളിൻ്റെ ഒരു ചരിത്രവും എന്തിനാണ് ഈ ഹാൾ പണിതതെന്നുള്ളൊരു കാര്യമുണ്ട്. 2024 ജൂലൈ 27 ഡൽഹിയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം, അവിടെ റാവൂസ് IAS അക്കാഡമി, റാവൂസ് IAS അക്കാഡമിയുടെ അടുത്തെല്ലാം IAS അക്കാഡമികളാണ്, പഠിക്കാൻ പോയിട്ടുള്ള 3 പേർ. അവിടുത്തെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഓട പൊട്ടി, ആ ഓടയിലെ വെള്ളം സെല്ലാറിലുള്ള ലൈബ്രറിയിലേക്ക് കയറി. ലൈബ്രറിയിൽ വായിച്ചുകൊണ്ടിരുന്ന കുറേ കുട്ടികൾ പുറത്തിറങ്ങി വെള്ളപ്പൊക്കം കണ്ടിട്ട്. പക്ഷേ 3 പേർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഗ്ലാസ് ലോക്ക് ചെയ്ത് ഉള്ള ഒരു സംവിധാനമൊക്കെ ആയതുകൊണ്ട്, ഡോറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് 3 പേർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിൽ 3 പേരും മരിച്ചുപോയി. അതിൽ വളരെ പ്രധാനപ്പെട്ട ആ 3 പേര് മരിച്ചതിൽ ഒന്ന് ടാനിയ സോണി, ആന്ധ്രാക്കാരിയാണ്. ശ്രേയ യാദവ്, 25 വയസ്സേ ഉള്ളൂ 2 പേർക്കും. അതുപോലെ തന്നെ നവീൻ ഡെൽവിൽ, 28 വയസ്സ്, കേരളത്തിൽ നിന്നുള്ള ഈ പ്രദേശത്തു നിന്നുള്ള നവീൻ ഡെൽവിൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇന്നിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ്റെയും ഇന്ത്യയുടെയും കലകളെക്കുറിച്ചുള്ള, സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ പഠനത്തെക്കുറിച്ചുള്ള പുസ്തകം ഇന്നിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അതീവ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഡൽഹിയിൽ സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കെജ്രിവാളാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി. അദ്ദേഹം 1 കോടി രൂപ അനൗൺസ് ചെയ്യുകയും ചെയ്തു, കൊടുക്കുമെന്ന് സഹായമായിട്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അതൊരു പ്രഖ്യാപനത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും കാലടി സർവകലാശാലയിലെ ഭൂമിശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന, ഇപ്പോൾ പ്രൊഫസറൊക്കെ ആയിട്ടുള്ള ഡോക്ടർ TS ലാൻസ്ലെറ്റിൻ്റെയും മകനാണ് ഈ നവീൻ. വലിയൊരു കാലാവസ്ഥാ ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെയും ദുരന്ത പരിപാലനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നന്നായി എഴുതുകയും അതുപോലെ തന്നെ സ്പോർട്സിലും കലയിലും എല്ലാ തരത്തിലും ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ആൾ സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ചെന്ന് പഠിക്കുന്നു. അവിടെ അവരുടെ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം കൊണ്ട്, കാരണം ഈ കെട്ടിടത്തിന് തന്നെ പലവട്ടം ഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് അവിടെ നിന്ന് പലവട്ടവും ഡൽഹി മുനിസിപ്പാലിറ്റി അവർക്ക് കത്ത് കൊടുത്തിരുന്നു. യാതൊരു സുരക്ഷയുമില്ലാതെ ഒരു സംവിധാനത്തിലാണ് ആ സ്ഥാപനം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ മരിച്ചു. വേറെ തമാശ എന്ന് പറഞ്ഞാൽ, അത് വാടക കെട്ടിടമായതുകൊണ്ട് റാവൂസ് അക്കാഡമിക്കാരും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ളതും വളരെ രസകരമായ കൗതുകമുള്ള മറ്റൊരു വാർത്തയാണ്. എന്തായാലും 1 വർഷം പൂർത്തിയാകുന്നു. 2024 ജൂലൈ 27 വൈകുന്നേരമാണ് ഇത് സംഭവിക്കുന്നത്. ഈ 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് നവീൻ്റെ മാതാപിതാക്കൾ, എന്തായാലും അവരുടെ ഒരു സ്വപ്നമായിരുന്ന മകൻ ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ ഒരു സ്മരണാർത്ഥം ഇന്നിവിടെ ഒരു പാരിഷ് ഹാൾ പണിത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ലൈബ്രറിക്ക്, ഒരു റെസിഡൻസ് അസോസിയേഷന് ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് നവീൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ദുരന്ത പരിപാലന രംഗവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ ഒരുപാട് ജീവനുകളെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വയനാട്ടിലെ ഉരുൾപൊട്ടലും നമ്മുടെ ഓഖിയും സുനാമിയും എല്ലാം കണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓർമ്മ ദിനമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അങ്ങനെയൊന്നും നേരാനില്ല, കാരണം ചെറുപ്പക്കാരനാണ്, 28 വയസ്സേ ഉള്ളൂ. PhD ചെയ്യാൻ പോയതാണ് ഡൽഹിയിൽ. അതോടൊപ്പം സിവിൽ സർവീസും കൂടി കൊണ്ട് PhD പൂർത്തിയാക്കുന്നതിന് വളരെ കുറച്ച് ദിവസമുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടറായി ഒരു മകൻ സിവിൽ സർവീസ് കൂടി എടുത്ത് നാട്ടിലെത്തേണ്ടിയിരുന്നു. അത് നടന്നില്ല. അപ്പോൾ എന്തായാലും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പങ്കുചേരുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി സമർപ്പിക്കുന്നതിലും അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.